ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഹായ് ഹലോ, ഞങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആയ മേക്കപ്പ് സാധനങ്ങളാണ് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, അമ്പനെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. அடுத்தது போன்ஸ் பவுடர். ஓ, நீங்க படுத்துற நிமிஷம் என்னால தாங்க முடியலையே. കുറെ നാളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പൊട്ടെല്ലാം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. കാര്യം പുതിയത് വാങ്ങാം. ടെക്സിന്റെ സ്റ്റിക്ക്. മേക്കപ്പിന്റെ ഹൈലൈറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതില്ലാതെ ഒരു പരിപാടിയില്ല. കറക്റ്റല്ലേ? സൂപ്പറായില്ലേ? കുട്ടിക്ക് വേണോ? കാട്ട് കാട്ട് കാട്ട്. ക്യാമറയിൽ നോക്കിയേക്ക്. എന്റെ ദൈവമേ, ഓർഡർ ഒരുപാടായോ? എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കി. ഡിന്നർ ഇല്ലാതെ ഒരു പരിപാടിയേ ഇല്ല. ഇവനെ കൊണ്ട് നമ്മക്കിന്ന് പോണ്ടേ? ഇത്രേ ഉള്ളു മേക്കപ്പ്. ഇതിന്റെ മുടി കെട്ട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. മുടി കെട്ടണ്ട. മുടിന്റെ രഹസ്യം എന്താണ് ഞാൻ പിന്നെ പറഞ്ഞുതരാന്ന്. അടങ്കപ്പാ, ഇത് ഉലക നടിപ്പിടാ സാമി. മുടി കെട്ടുന്ന വലിയ പരിപാടിയൊന്നുമില്ല. ഇങ്ങനെ ഇതൊന്ന് കുറച്ച് മുടി എടുക്കും. ഇതൊരു ടിപ്പ് എടുത്ത് ഇവിടെ ഇടും. പഴയ തന്നെ കുഴപ്പമില്ല. എല്ലാരും ചോദിക്കുന്നത് ഇങ്ങനെ എന്തിനാന്ന് പറയും. ചട്ടി പോലെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. സ്റ്റൈലായില്ലേ? മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. എന്റെ ഒരു കൈ എവിടെയാണ്? പുള്ളി പോലില്ല. മുടിക്ക് ഭയങ്കര ഉള്ളാണെന്ന്. ஓ, நீங்க படுத்துற நிமிஷம் என்னால தாங்க முடியலையே. ഇതിന്റെ ബേബി പൗഡർ കഴിഞ്ഞത് കൊണ്ടാണ് പോൺസിന്റെ പൗഡർ തന്നെ എടുക്കുന്നത്. തൽക്കാലം ഇന്ന് 2 ദിവസത്തിന് വാങ്ങുന്നത്. ஓ, நீங்க படுத்துற நிமிஷம் என்னால தாங்க முடியலையே. സുന്ദരനായ സുന്ദരനായ ഇവിടെ ചോദിക്കി. ഓക്കെ, ഞാൻ സുന്ദരനായ ചോദിക്കി. അമ്മ ആന ഇല ഈച്ച ഉറുമ്പ് ഊഞ്ഞാൽ ഋഷഭം എലി ഏത്തപ്പഴം ഐസ്ക്രീം
ഓ ഓ ഒട്ടകം ഒട്ടകം. ഒട്ടകം ഒട്ടകം. ഓ ഓ ഓന്ത് ഓന്ത്. ഔ ഔഷധം ഔഷധം. ആഭുജം അംബുജം. ആഭുജം ആംബുജം. ആ അപ്പലി ഏ ഗുഡ് ബോയ്. ഞങ്ങൾ ഒരു ഫംഗ്ഷന് പോവുകയാണ്. അതിനാണ് ഞങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തത്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഏട്ടൻ്റെ റിലേഷനിലെ ഒരു കുട്ടിയുടെ 28ആണ്. അപ്പോൾ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഇവന് 1 മണിക്കൂർ ഞങ്ങൾ അംഗൻവാടിയിൽ കൊണ്ടാക്കും. ഇതിന് ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ട് ഫംഗ്ഷന് പോകും. ടാറ്റ ബൈ പറയ്. ഞാൻ പോകുന്നു. ബൈ ബൈ.